ഹലോ ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ആ ന്യൂ സെഷൻ. അപ്പോൾ എല്ലാവരും എന്താണ് എക്സാം എടുത്ത് വരികയല്ലേ, പഠിക്കുന്നില്ലേ? അല്ല ഇപ്പോൾ പെർഫെക്റ്റ് പ്രോപ്പർ ടൈം ടേബിൾ ഒക്കെ വെച്ച് പഠിക്കാൻ തുടങ്ങിയല്ലേ? എക്സാം ആണ് എന്നെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ടോ? ടെൻഷൻ ആവണമെങ്കിൽ ഒരു കാര്യമില്ല. കാരണം എന്താണ്, ഒരാവശ്യമില്ല. വെറുതെ ഒന്ന് ടെൻഷൻ അടിച്ചിട്ടുള്ളതും കൂടി ഇല്ലാതാക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ എപ്പോഴും നമ്മുടെ 100% നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സാം പേപ്പർ നമ്മൾ ഏത് സബ്ജക്റ്റാണോ പഠിക്കുന്നത് അതിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ എഫേർട്ട് അതിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നേരെ വീഡിയോയിലേക്ക് പോകാം. കാരണം ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക എല്ലാവരും തന്നെ കുറച്ച് പേരൊക്കെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു ടയർഡായിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ രാവിലെ ഇപ്പോൾ ലീവാണെങ്കിൽ ഫുൾ ഡേ പഠിച്ചു വരുന്ന കുട്ടികളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ ഇന്നത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ യൂണിറ്റ് 2 ആണ്. അതായത് യൂണിറ്റ് 2 എന്ന് പറയുമ്പോൾ കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ്. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇന്നത്തെ ചാപ്റ്റർ. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്? മിസ്റ്റർ കെ വിസിറ്റഡ് MS Magrana Marbles for the purchase of marbles and tiles for his newly built house. He asked the owner of the shop, Mr. J, to visit his house prior to supply so that he can clearly ascertain the correct mix and measurements of marbles and tiles. അപ്പോൾ ഇവിടുത്തെ പാർട്ടീസ് ആരൊക്കെയാണ്? മെയിൻലി മിസ്റ്റർ കെയും ഉണ്ട്, മിസ്റ്റർ ജെയും ഉണ്ട്. ഈ കെ എന്ന് പറയുമ്പോൾ എന്താണ്? കസ്റ്റമറാണ്, ഇയാളാണ് സെല്ലർ. ഓക്കെ, അപ്പോൾ ഇയാൾ മിസ്റ്റർ കെ എന്ത് ചെയ്തു? മിസ്റ്റർ ജെയിനോട് പറഞ്ഞു ആൾ പുതിയ വീട് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം? വീട്ടിൻ്റെ ഏരിയസ് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണം? കറക്റ്റ് മെഷർമെന്റ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള മാർബിൾസ് ആൻഡ് ടൈൽസ് സപ്ലൈ ചെയ്യണം. അതായത് വീട് നോക്കിയിട്ട് ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, വീട് ചുറ്റോളം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഫ്ലോർ മെഷർമെന്റ് ആയിട്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈൽസ് മാർബിൾസ് സപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, മിസ്റ്റർ ജെ അഗ്രീഡ് ആൻഡ് വിസിറ്റഡ് ദ ഹൗസ് ഓൺ ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ജെ എന്ത് ചെയ്തു? നെക്സ്റ്റ് ഡേ പോയിട്ട് വീട് കണ്ടു. ഓക്കെ, ഹി ഇൻസ്പെക്ടഡ് ദ റൂംസ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ആൻഡ് ദ കാർ പാർക്കിംഗ് സ്പേസ്. Mr. K instructed him to visit the second floor as well as because the construction pattern was different. Mr. J ignored the above suggestion. അപ്പോൾ മിസ്റ്റർ ജെ എന്ത് ചെയ്തു? അടുത്ത ദിവസം വീട്ടിലേക്ക് വന്നു. ഫസ്റ്റ് ഫ്ലോറും അതായത് ഗ്രൗണ്ട് ഫ്ലോറും പാർക്കിംഗ് ഏരിയയും എന്ത് ചെയ്തു? ഇൻസ്പെക്ട് ചെയ്തു. അപ്പോൾ മിസ്റ്റർ കെ പറഞ്ഞു എന്ത്? മുകളിൽ നല്ല സെക്കൻഡ് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം അതിൻ്റെ വേണമെങ്കിൽ ഡിഫറെൻ്റ് ആകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. മീൻസ് ഫ്ലോർ ഡിഫറെൻ്റ് ആകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വീടൊക്കെ ഓരോരോ ഇപ്പോഴത്തെ പുതിയ വീടൊക്കെ താഴെ കുറച്ച് ചെറുതായിരിക്കും, മേലിൽ വലുതായിരിക്കാം എന്നുള്ള രീതിയിലല്ലോ ഓരോരോ വീടൊക്കെ പണിയുന്നത്. അപ്പോൾ മിസ്റ്റർ കെ പറഞ്ഞു എന്ത്? സെക്കൻഡ് ഫ്ലോറും കൂടെ ഒന്ന് വന്ന് ചെക്ക് ചെയ്യണം. കാരണം ഫ്ലോറൊക്കെ മെഷർമെന്റ് മാറാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് എന്ത് ചെയ്തിട്ടില്ല? മിസ്റ്റർ ജെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആളെന്ത് ചെയ്തു? അത് ഇഗ്നോർ ചെയ്തു. ഓക്കെ, Mr. J supplied 146 blocks of marbles as per size of for the rooms and 116 blocks 4 times with the word of caution that the tiles can bear only a reasonable weight. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? മിസ്റ്റർ ജെ എന്ത് ചെയ്തു? 146 blocks of marbles as per size of the rooms and 16 blocks of tiles എന്ത് ചെയ്തു? അതായത് 146 ബ്ലോക്ക് ഓഫ് മാർബിൾസും 16 ബോക്സ് ടൈൽസും സപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ സപ്ലൈ ചെയ്യുമ്പോൾ ഇയാളെ പറഞ്ഞു, മിസ്റ്റർ ജെ പറഞ്ഞിരുന്നു എന്ത്? ദ ടൈൽസ് ക്യാൻ ബെയർ ഓൺലി എ റീസണബിൾ വെയിറ്റ്. അതായത് കറക്റ്റ് മെഷർ, അതായത് ഒരു അധിക ഭാരം ഒന്നും ഈ ടൈൽസിന് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരു ലിമിറ്റഡ് വെയിറ്റ് മാത്രമേ ഇതിന് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് മിസ്റ്റർ ജെ അതായത് സെല്ലർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാർബിൾസ് ആൻഡ് ടൈൽസ് were successfully laid except on second floor due to different size of the floor marbles. അപ്പം എന്ത് ചെയ്തു? മാർബിൾസ് എന്ത് ചെയ്തു? മാർബിൾസ് ആൻഡ് ടൈൽസ് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറിലും പാർക്കിങ്ങിൽ കറക്റ്റ്ലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഫ്ലോറിൽ എന്ത് ചെയ്തിട്ടില്ല? അത് ഫിക്സ് ചെയ്തിട്ടില്ല. കാരണം എന്തുകൊണ്ട്? മെഷർമെന്റ് മാറിയത് കൊണ്ട്. ഓക്കെ, ടൈൽസ് fitted in the parking space also got damaged due to the weight of vehicle came for unloading cement bags. അപ്പോൾ
അതായത് പാർക്കിംഗ് ലോട്ടിൽ നമ്മൾ പ്ലേസ് ചെയ്ത ടയേഴ്സ് എന്ത് ചെയ്തു, ഡാമേജ് ആയി. എന്തുകൊണ്ട്? ആ വീട്ടിന് സിമെന്റ് ഇറക്കാൻ വേണ്ടി വന്ന ആ ഒരു ട്രക്കിന്റെ വെയിറ്റ് ഓവർ വെയിറ്റ് ആയതുകൊണ്ട് ടൈൽസ് ഡാമേജ് ആയി. ഓക്കെ. മിസ്റ്റർ കെ ആസ്ക്ഡ് മിസ്റ്റർ ജെ ഫോർ ദ റീപ്ലേസ്മെന്റ് ഓഫ് ദ മാർബിൾസ് ആൻഡ് ടൈൽസ്, ടു വിച്ച് മിസ്റ്റർ ജെ റിഫ്യൂസ്ഡ്, taking the plea that the marbles were as per the measurement and it was unsafe to fit the tiles at the parking area as it cannot take a heavy load. അപ്പോൾ എന്ത് ചെയ്തു, മിസ്റ്റർ കെ പറഞ്ഞു എന്ത്, എനിക്ക് ടൈൽ ഡാമേജ് ആയതുകൊണ്ട് മിസ്റ്റർ കെ ജയനോട് പറഞ്ഞു എനിക്ക് ടൈൽസ് റീപ്ലേസ് ചെയ്ത് തരണം. പക്ഷെ മിസ്റ്റർ ജെ എന്ത് പറഞ്ഞു, നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്, കറക്റ്റ് മെഷർമെൻറ്റ് നോക്കി ടൈൽസ് അപ്ലൈ ചെയ്യാൻ. മാത്രമല്ല അയാൾ ഓൾറെഡി പറഞ്ഞിരുന്നു എന്ത്, ഈ ടൈൽസിലൊക്കെ സെർട്ടൻ വെയിറ്റ് മാത്രമേ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. മാത്രമല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ആരും തന്നെ എന്ത് ചെയ്യില്ല, പാർക്കിങ്ങിലോട്ട് ടൈൽസ് ഒന്നും ഫിക്സ് ചെയ്യില്ല. ഓക്കെ, കറക്റ്റ്ലി പറഞ്ഞിട്ട് ഇത് Mr. K, Mr. J for replacement marbles. Mr. K refused, taking the plea marbles were as per measurement and it was unsafe to fit tiles at the parking area. ആള് പറഞ്ഞു എന്താണ്, ഈ ടൈൽസ് ഒന്നും പാർക്കിംഗ് ഏരിയയിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് അൺസേഫ് ആണ്. യാസ് ഇറ്റ് കനോട്ട് ടേക്ക് ഹെവി ലോഡ്, ലോഡ് ക്യാരി ചെയ്യാൻ പറ്റില്ല. നമ്മളെ വീട്ടിൽ തന്നെ കാണുന്നില്ല ടൈൽസ് ഒക്കെ. അപ്പോൾ ടൈൽസ് ഫിക്സ് ചെയ്യുന്നത് ഹെവി വെയിറ്റ് വന്നിട്ട് അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതല്ലേ. ഓക്കെ. ഡിസ്കസ് ഇൻ ദ ലൈറ്റ് ഓഫ് എബവ് പ്രൊവിഷൻ ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം നമ്മൾ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. എന്താ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്? Mr. J refused to replace the marbles with reference to doctrine of KVA tempter. KVA tempter വെച്ച പ്രകാരമാണെങ്കിൽ മിസ്റ്റർ ജെക്ക് റിഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഓക്കെ. എൻ്റൈറ്റിൽ ഡ്യൂട്ടീസ് ഓഫ് ബോത്ത് മിസ്റ്റർ കെ ആൻഡ് മിസ്റ്റർ ജെ. അപ്പോൾ ഈ കേസിലാണെങ്കിൽ മിസ്റ്റർ കെ ആൻഡ് ജെയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ വെദർ ദ റീപ്ലേസ്മെന്റ് ഓഫ് ഡാമേജ് ടൈൽസ് ബി ഇമ്പോസ്ഡ് ഓൺ മിസ്റ്റർ മക്രാന മാർബിൾസ്. അങ്ങനെയാണെങ്കിൽ അത് ഈ മാർബിൾസ് മക്രാന മാർബിൾസിൻ്റെ മുകളിൽ ഈ റീപ്ലേസ്മെന്റ് ഡാമേജ് ഇമ്പോസ് ചെയ്യണം, അത് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇതാണ് ഈ രണ്ട് ക്വസ്റ്റ്യനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ക്വസ്റ്റ്യൻ കറക്റ്റ് ആയില്ലേ, ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് ആയില്ലേ. അതായത് കെ ജെനോട് എന്ത് ചെയ്തു, മാർബിൾസ് സപ്ലൈ ആയിട്ട് പറഞ്ഞു, വീട്ടിൽ വന്നിട്ട് മെഷർമെൻറ്റ് എടുക്കാണ്ട് പറഞ്ഞു. ജെ വന്നു, മെഷർമെൻറ്റ് എടുത്തു, പാർക്കിംഗ് ലോട്ട് മെഷർമെൻറ്റ് എടുത്തു. സെക്കൻഡ് ഫ്ലോർ മെഷർ ചെയ്യാണ്ട് പറഞ്ഞ ആളെന്ത് ചെയ്തിട്ടില്ല, ഇഗ്നോർ ചെയ്തു. ഇയാൾ അടുത്ത ദിവസം തന്നെ സപ്ലൈ ചെയ്തു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും പാർക്കിംഗ് ലോട്ടിൽ ഫിക്സ് ചെയ്തു, പക്ഷെ സെക്കൻഡ് ഫ്ലോറിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല, മെഷർമെൻറ്റ് തെറ്റിക്കൊണ്ട്. മാത്രമല്ല ഹെവി വെയിറ്റ്, അത് അപ്പോൾ വീട്ടിലേക്ക് സിമെൻറ്റ് ഇറക്കാൻ വേണ്ടി വന്ന ട്രക്കിന് ഓവർ വെയിറ്റ് കാരണം എന്ത് ചെയ്തു, പാർക്കിംഗ് ലോട്ടിൽ ഫിക്സ് ചെയ്ത ടൈൽസ് ഡാമേജ് ആയി. മിസ്റ്റർ കെ എന്ത് ജെനോട് പറഞ്ഞു ടൈൽസ് മാറ്റി തരണം. അപ്പോൾ കെ പറഞ്ഞു എന്താണ്, ജെ പറഞ്ഞു റിഫ്യൂസ് ചെയ്തിട്ട് എന്ത് പറഞ്ഞു, നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്, കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ട് സപ്ലൈ ചെയ്യാനാണ് പറഞ്ഞു. ഞാൻ സപ്ലൈ ചെയ്തു. മാത്രമല്ല ഇക്കാലത്ത് ആരും തന്നെ എന്ത് ചെയ്യില്ല, പാർക്കിങ്ങിലോട്ട് ടൈൽസ് ഫിക്സ് ചെയ്യില്ല, കാരണം അതിന് വെയിറ്റ് എടുക്കാണ്ട് പറ്റില്ല. ഇതാണ് നമ്മളുടെ പ്രൊവിഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ കേസിനായി വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ഇത് KVA ടെംപ്റ്റർ പ്രൊവിഷൻ പ്രകാരം നമുക്ക് എന്താണ് നമ്മുടെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻ മാത്രം. അപ്പോൾ എന്താണ്, ഇതിന് 3 മാർക്സ് ഈച്ച് ആണ് വന്നിരിക്കുന്നത്. കാരണം ഒരു സിനാരിയോ തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആൻസർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ആൻസർ ടു ക്വസ്റ്റ്യൻ്റെ ഹെഡിങ് കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് വൺ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കാരണം നമുക്ക് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ അതിന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എഴുതുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ തന്നിട്ട് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ എഴുതുകയാണെങ്കിൽ സെൻറ്റർ എഴുതിക്കുകയാണെങ്കിൽ ഇവിടെ മാർജിൻ ഉണ്ടായിരിക്കും. അപ്പോൾ പുറത്തായിരിക്കണം ഈ നമ്പർ 1 എഴുതേണ്ടത്. ഓക്കെ. പ്രൊവിഷൻ എഴുതി എന്താണ്, according to the provision of Sale of Goods Act 1930,
the doctrine of caveat emptor explains that it is the duty of the buyer to make sure that the goods or products satisfies himself before buying, and he have to make sure that the said product will serve the purpose for which he has bought. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊവിഷൻ പറയുന്നത്. അപ്പൊ പ്രൊവിഷൻ പ്രകാരം എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻ ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, the doctrine of caveat emptor explains that it is the duty of the buyer to make sure that the goods satisfies himself before buying, and he have to make sure that the said product will serve the purpose for which he has bought. അപ്പം നേരം കേബിറ്റ് ടെംപ്റ്റർ റൂൾ പ്രകാരം എന്താ പറയുന്നത്? കേബിറ്റ് ടെംപ്റ്റർ എന്താ പറയുന്നത്? ലെറ്റ് ദ ബയ്യർ ബി അവെയർ എന്നല്ല. എന്താ പറയുന്നത്? കേബിറ്റ് ടെംപ്റ്റർ പ്രകാരം എന്താ പറയുന്നത്? ലെറ്റ് ദ ബയ്യർ ബി അവെയർ. ഇതാണ് കേബിറ്റ് ടെംപ്റ്റർ റൂൾ പ്രകാരം പറയുന്നത്. അപ്പം എന്താണ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബയ്യർ ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഗുഡ്സ് സാറ്റിസ്ഫൈ ഹിംസെൽഫ് ബിഫോർ ബൈയിങ്, ആൻഡ് ഹി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ സെഡ് പ്രോഡക്റ്റ് വിൽ സെർവ് ദ പർപ്പസ് ഓഫ് വിച്ച് ഹി ഹാസ് ബോട്ട്. അപ്പം എന്ത് ചെയ്യണം? ബയ്യറിന്റെ ചുമതലയാണ് എന്ത്? ഇയാൾ വാങ്ങുന്ന ഗുഡ്സ് ആൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്. മാത്രമല്ല ഇത് ഇയാൾ എന്തിനു വേണ്ടിയാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇയാളുടെ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിരിക്കണം. അത് എന്തിനു വേണ്ടിയാണോ വാങ്ങുന്നത് വാങ്ങുന്നതിന്റെ പർപ്പസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇതാണ് നമ്മുടെ കേവീറ്റ് ടെംപ്റ്റർ റൂൾ പ്രകാരം. നമുക്ക് ഈ സെയിംസ് ആണ് നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം. ദാറ്റ് ഈസ് ലെറ്റ് ദ ബയ്യർ ബി അവെയർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊവിഷൻ. നെക്സ്റ്റ് അനാലിസിസ് എഴുതാം. റിവർ ഫാക്ട്സ്. ഇൻ ദിസ് കേസ് after supplying after receiving the marbles and tiles Mr. K doesn't took any initiative to
examine the goods after fixing the tiles in the parking lot. It got damaged due to heavy weight caused by the vehicle. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊവിഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാക്ട് വരുന്നത്. ഓക്കെ, നമുക്ക് കൺക്ലൂഷൻ എഴുതാം. കൺക്ലൂഷൻ നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്യാൻ മിസ്റ്റർ ജെ റെഫ്യൂസ്, നമ്മളെന്താ ചോദിച്ചിരിക്കുന്നത് ഇവിടെ? Can Mr. J refuse to replace the mom with reference to doctrine of caveat emptor എന്നല്ല. അതായത് നമുക്ക് ആൾക്ക് റെഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നല്ല നമുക്ക് പറയുന്നത്, റെഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ. അതാണ് നമ്മളോട് ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ എന്താണ്, റെഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ? യെസ്, ഇയാൾക്ക് എന്ത് ചെയ്യാം, മിസ്റ്റർ ജെക്ക് ക്ലിയർലി റെഫ്യൂസ് ചെയ്യാം. എന്താണ് ഹിയർ മിസ്റ്റർ ജെ can refuse to replace the marbles as he had supplied the marbles as per the requirement of mistake. അതായത് എന്ത് ചെയ്യാം, ഈ കേസിൽ മിസ്റ്റർ ജെ ക്യാൻ റെഫ്യൂസ് ടു റീപ്ലേസ് ദ മാർബിൾസ് ആസ് ഹി ഹാസ് സപ്ലൈഡ് മാർബിൾസ് ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് മിസ്റ്റർ കെ. അപ്പം അവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് മിസ്റ്റർ കെ എന്താ പറഞ്ഞിട്ടുള്ളൂ, വന്നിട്ട് മെഷർമെന്റ് എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ആ കാലം വന്ന് മെഷർമെന്റ് എടുത്ത് അതിനനുസരിച്ച് ടൈൽസ് സപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യത്തില്ല, മിസ്റ്റർ ജെക്ക് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാം, റെഫ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് തൊട്ട താഴത്തിന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് എൻടൈറ്റിൽ ദ ഡ്യൂട്ടീസ് മിസ്റ്റർ ബോത്ത് മിസ്റ്റർ കെ ആൻഡ് മിസ്റ്റർ ജെ. അപ്പോൾ എന്താണ്, രണ്ടുപേരുടെയും ഡ്യൂട്ടി എന്താണെന്ന് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ എഴുതാം, എന്ത് ഡ്യൂട്ടി ഓഫ് മിസ്റ്റർ കെ. മിസ്റ്റർ കെ എന്ന് പറയുമ്പോൾ ഇവിടെ ബയ്യർ. ഓക്കെ, he have to examine the marbles and tiles carefully before fixing and he have to follow the caution given by മിസ്റ്റർ ജെ. ഇവിടെ മിസ്റ്റർ ജെ ഒരു കാര്യം പറഞ്ഞത്, ദാറ്റ് ഈസ് മിസ്റ്റർ ജെ ഇവിടെ ഒരു കേസ് പറഞ്ഞില്ല, എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞില്ല, എന്താണ് the tiles can the tiles can bear only a reasonable weight. ഇയാളെ പറഞ്ഞ കേസ് അല്ല അത്, കോഷൻ അല്ല. അപ്പം എന്താണ് അത് ക്യാരി ചെയ്യണം, എന്താണ്
that is the tiles can carry only reasonable weight. Okay, ഇതാണ് tiles can reasonable weight. ഓക്കെ, അപ്പോൾ ഇതാണ് മിസ്റ്റർ കെൻ്റെ ഡ്യൂട്ടി. അതായത് he have to examine the marbles and tiles carefully before fixing and he have to follow the caution given by മിസ്റ്റർ ജി. ഇതാണ് നമ്മുടെ മിസ്റ്റർ കെ, അതായത് ബയ്യറിന്റെ ഡ്യൂട്ടി. എന്താണ് മിസ്റ്റർ ജെയുടെ ഡ്യൂട്ടി? എന്താണ് സെല്ലറിന്റെ ഡ്യൂട്ടി? എന്താണ് ഡ്യൂട്ടി ഓഫ് മിസ്റ്റർ ജെ? അതായത് സെല്ലറിന്റെ ഡ്യൂട്ടി എന്താ വരുന്നത്? സെല്ലറിന്റെ ഡ്യൂട്ടി it is the duty of Mr. J to make sure that the marbles and tiles supplied by him shall fit perfectly which was required by the buyer. അപ്പോൾ എന്താണ് ഡ്യൂട്ടി വരുന്നത്? ഡ്യൂട്ടി ഓഫ് മിസ്റ്റർ ജെ ടു മേക്ക് ഷുവർ ദാറ്റ് ദ മാർബിൾസ് ആൻഡ് ടൈൽസ് സപ്ലൈഡ് ബൈ ഹിം ഷാൽ ഫിറ്റ് പെർഫെക്റ്റ്ലി. അപ്പോൾ എന്താണ് മിസ്റ്റർ ജെയുടെ പ്രകാരം ഇയാൾ ബയർ എന്താണോ പറഞ്ഞത്, എന്തിനു വേണ്ടിയാണോ ആ പേർപ്പസ് വേണ്ടത്, അതിനനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കും ടൈൽസ് ആണ് സപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ മിസ്റ്റർ കെ എന്താ പറഞ്ഞത്? വന്ന് വീട് ചെക്ക് ചെയ്തിട്ട് മെഷർമെന്റ് എടുക്കാനേ പറ്റുള്ളൂ. ആള് വന്നു മെഷർമെന്റ് ചെയ്തനുസരിച്ച് ടൈൽസ് സപ്ലൈ ചെയ്തു. സെക്കൻഡ് ഫ്ലോറിൽ ഇയാൾ മെഷർ എടുക്കാത്തന്നെ ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ഒരു വീഴ്ച വന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അതായത് പ്രൊവിഷൻ, ഫാക്ട്, കൺക്ലൂഷൻ, പിന്നെ രണ്ട് പേരുടെയും ഡ്യൂട്ടീസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്തു? 3 മാർക്സിന് നമ്മളിവിടെ ആൻസർ ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സപ്പോസിഷൻ 2 എന്താ ചോദിച്ചിരിക്കുന്നത്? വെദർ റീപ്ലേസ്മെന്റ് ഓഫ് ഡാമേജ് ടൈൽസ് ബി ഇമ്പോസ്ഡ് ഓൺ മക്രാന മാർബിൾസ് എക്സ്പ്ലെയിൻ. അപ്പം എന്താണ് ഡാമേജ് ടൈൽസിന്റെ കേസ് എന്ത് ചെയ്യണം? മക്രാന മാർബിൾസിന്റെ റീപ്ലേസ്മെന്റ് അതിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്യാൻ പറ്റുമോ? അത് അയാളുടെ പേരിലാക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പറ്റുമോ? പറ്റുമോ ഇല്ലയോ? പറ്റുമോ? യെസ് ഓർ നോ? കെ.വി. ടെംപ്ലർ നമ്മൾ പറഞ്ഞു എന്താണ്? ബയർ ബി എവെയർ ആണ്. ഓക്കെ, ഇവിടെ ഈ കേസിൽ പറ്റുമോ ഇല്ലയോ? സെക്രട്ടറി നമുക്ക് എഴുതി നോക്കാം. അക്കോർഡിംഗ് ടു കെ.വി. ടെംപ്ലർ സെയിം പ്രൊവിഷൻ തന്നെ എഴുതുക. എന്താണ്? ഇറ്റ് ഈസ് ദ duty of the buyer to satisfy himself before buying the goods and he have to make sure that the goods
satisfies his purpose. ഇതാണ് നമ്മുടെ പ്രൊവിഷൻ വരുന്നത്. ഓക്കെ, ഇവിടെ സെക്കൻഡ് പ്രൊവിഷൻ. ഓക്കെ, ഇനി fact. In this case, Mr. J supplied the box of tiles and instructed Mr. K that the tiles can carry only reasonable weight but Mr. K fixed the tiles in the parking lot and was damaged. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫാക്ട് വരുന്നതാണ്. മിസ്റ്റേക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ പറയുന്നത്, ടൈൽസിന്റെ കേസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റീപ്ലേസ്മെന്റ് ഓഫ് ടൈൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്തത് ഇവിടെ ടൈൽസിന്റെ കേസ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഇവിടെ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, മെയിൻലി ടൈൽസിന്റെ കേസ് മാത്രമേ ചോദിച്ചു. അതുകൊണ്ട് മാത്രം ഞാൻ ടൈൽസിന്റെ കേസ് ഞാൻ എഴുതിയത്. കാരണം നമ്മളോട് ഞാൻ പറഞ്ഞത് അനാലിസിസ് എഴുതുമ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ കണക്റ്റഡ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കൺക്ലൂഷൻ എഴുതുമ്പോൾ എന്താണ്, here Miss Makrana Marbles is not liable to the buyer, that Mr. K, as Mr. J already instructed that the tiles can carry only a reasonable weight. Okay, therefore the replacement of damaged tiles cannot be imposed on Miss Makrana
മാർബിൾസ് എന്താണ് Mr. Makrana Marbles is not liable to the buyer. As Mr. J already instructed that the tiles cannot carry only reasonable weight. ഇവിടെ എന്താ പറഞ്ഞ റീസണബിൾ വെയിറ്റ്, കാരണം ഇയാളിപ്പോൾ കാറ് പാർക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി എന്ത് ചെയ്യാം, ആ ടൈൽസിന് ക്യാരി വെയിറ്റ് താങ്ങിയേക്കാം. പക്ഷെ ഇവിടെ വലിയൊരു ട്രക്ക്, അതായത് വിത്ത് സിമെന്റ് അവിടെ പാർക്കിംഗ് ലോട്ടിൽ കയറിയത് കൊണ്ടാണ് ഡാമേജ് ആയത്. ഓക്കെ, therefore the replacement of damaged tiles cannot be imposed on Mr. Makrana Marbles. നമ്മൾ ക്വസ്റ്റൻ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇത് റീപ്ലേസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡാമേജ് ടൈൽസിൻ്റെത് ഇമ്പോസ് ചെയ്യാൻ പറ്റുമെന്നില്ല, അപ്പോൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കേസ് വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ വായിപ്പിക്കാതെ ആൻസർ ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്തു, യെസ് മിസ്റ്റർ ജെ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കൺക്ലൂഷൻ എഴുതിയിട്ട് നേരെ പ്രൊവിഷനിലേക്ക് പോയി. നമുക്ക് അങ്ങനെ എഴുതാൻ കുഴപ്പമില്ല. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് എന്താണ് രണ്ട് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഞാൻ ചൂസ് ചെയ്ത് നമ്മൾ സാധാരണ രീതിയിൽ എഴുതുന്ന പോലെ പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ ആണ്. ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ചോദിച്ചതിലായിട്ട് നമ്മളെന്താ ചോദിച്ചത്, ഇവിടെ റെഫ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഡയറക്റ്റ്ലി ഫസ്റ്റ് അത് എഴുതിയിട്ട് പ്രൊവിഷനിലേക്ക് കടന്നു എന്നേ ഉള്ളൂ. അങ്ങനെ എഴുതുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ എഴുതി മിസ്റ്റർ ജെ ക്യാൻ റെഫ്യൂസ് ദ റീപ്ലേസ്മെന്റ് ദ മാർബിൾസ് ആസ് ഹി ഹാഡ് സപ്ലൈഡ് ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് ദ ബയർ. എന്ത് ചെയ്യാം, മിസ്റ്റർ ജെക്ക് കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യാം. കാരണം ഇവിടെ മിസ്റ്റർ ജെ കെ എന്തേ പറഞ്ഞിട്ടുള്ളൂ, വന്ന മെഷർ എടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ടൈപ്പ് സപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. അതനുസരിച്ചാണ് നിങ്ങൾ സപ്ലൈ ചെയ്തത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, മിസ്റ്റർ ജെക്ക് ഇത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റെഫ്യൂസ് ചെയ്യാം. അതായത് റെഫ്യൂസ് ചെയ്യാം. അതായത് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞത് വേണ്ട, എടുക്കാൻ പറ്റില്ല എന്ന് വേണം പറയാം, ഒരു കുഴപ്പമില്ല. അടുത്ത എന്ത് ചെയ്തു, ഡ്യൂട്ടി ഓഫ് മിസ്റ്റർ കെ എന്ത് ചെയ്തു, he has to examine the marbles and tiles carefully and should follow the question given of Mr. J. എന്നാണ് ഇവിടെ ബയ്യർ അതായത് മിസ്റ്റർ കെ എന്ത് ചെയ്യണം, ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് എക്സാമിൻ ചെയ്യണം. എന്താണ് ഇയാൾ ഈ ഗുഡ്സ് എല്ലാം പെർഫെക്റ്റ് ആണോ, അതായത് ടൈൽസ് ഡാമേജ് ഉണ്ടോ അത് പെർഫെക്റ്റ് ചെയ്യണം. മാത്രമല്ല മിസ്റ്റർ ജെ എന്ത് ചെയ്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്ത് ഈ ടൈൽസ് റീസണബിൾ വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റുമോ അതെന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തിയിരിക്കണം. അതാണ് നമ്മുടെ മിസ്റ്റർ ജെ കെയുടെ ഡ്യൂട്ടി വരുന്നത്. മിസ്റ്റർ ജെൻ്റെ എന്താണ്, that supplied goods shall be reasonably fit to the purpose which have buyer wants. അപ്പം എന്താണ് മിസ്റ്റർ ജെയുടെ പ്രകാരം എന്താ പറയുന്നത്, മിസ്റ്റർ കെ എന്തിനു വേണ്ടിയാണ്, അതായത് ഇയാളോട് മെഷർ എടുക്കാനല്ല പറഞ്ഞത്, വന്നിട്ട് മെഷർ എടുക്കാനല്ല പറഞ്ഞത്. അപ്പം മെഷർ എടുത്തിട്ട് എന്താണ് ഉറപ്പ് വരുത്തണം, ഈ വീടിന് കറക്റ്റ്ലി ടൈൽസ് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തണം. ഇതാണ് നമ്മുടെ മിസ്റ്റർ ജെയുടെ ഡ്യൂട്ടി വരുന്നത്. അടുത്താണ് ഇവരുടെ പ്രൊവിഷൻ എഴുതി, എന്താണ് according to Dr. K.V. Tempta, it is the duty of the buyer to satisfy himself before buying the goods that the goods will serve the purpose which they bought in. അവിടെ നമ്മുടെ പ്രൊവിഷൻ എഴുതി കെ വി ടെംപ്റ്റ റൂൾ പ്രകാരം ഇത് ബയ്യർ ബിഹേവ് എന്നുള്ള ആസ്പെക്ട് കുറച്ചും കൂടി ബ്രീഫായിട്ട് എഴുതി. എന്താണ് ഇത് ബയ്യറുടെ ഡ്യൂട്ടി, അത് ഗുഡ്സ് വാങ്ങുമ്പോൾ ബയ്യർ ഡ്യൂട്ടിയാണ് എന്ത്, ഈ വാങ്ങുന്ന ഗുഡ്സ് ആൾ സാറ്റിസ്ഫൈ ചെയ്യുകയും എന്തിനു വേണ്ടിയാണോ ഇത് സാധനം വാങ്ങുന്നത് അത് കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നുള്ളത് ആണ് എന്ത് പ്രൊവിഷൻ. അർത്ഥം എന്തായത്, അനാലിസിസ് എഴുതി, കേസ് എന്താണെന്നുള്ളത് എഴുതി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റിൽ വരുമ്പോൾ സെയിം പ്രൊവിഷൻ തന്നെ നമ്മൾ ആദ്യം എഴുതി, എന്താണ് കെ വി ടെംപ്റ്ററിന്റെ പ്രൊവിഷൻ എഴുതി. ഓക്കെ, ഒരു കുഴപ്പമില്ല. അടുത്തെന്ത് ചെയ്തു, അനാലിസിസ് എഴുതി. എന്താണ് അനാലിസിസ് എഴുതുമ്പം സപ്ലൈഡ് ബോക്സ് ഓഫ് ടൈൽസ്, ഞാൻ പറഞ്ഞ ക്വസ്റ്റലിന് ടൈൽസിനെ മാത്രം ചോദിച്ചുകൊണ്ട് നമ്മൾ ടൈൽസിന്റെ പ്രൊവിഷൻ എഴുതി. എന്താണ് the word caution that the tiles can bear on reasonable weight even though the tiles are laid on the car parking space mistake damaged later because of the vehicle used to unload cement bags were beyond the reasonable weight. അപ്പോൾ എന്താണ് ഇവിടെ പാർക്കിംഗ് ലോട്ട് പറയുമ്പോൾ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ മെയിൻലി കാർ പാർക്കിംഗ് ബൈക്ക് പാർക്കിംഗ് ആയിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടി ചെയ്താൽ അത് മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പാർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ കൊണ്ടുപോയിട്ട് വലിയ ഹെവി ട്രക്കലും കൊണ്ട് പാർക്ക് ചെയ്താൽ എന്താണ് ടൈൽസ് പൊട്ടും. ഓക്കെ, അതാണ് നമ്മുടെ അനാലിസിസ് എഴുതുന്നതാണ്. അടുത്ത ഫാക്ടിലേക്ക് കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ എന്താണ് നടന്നിട്ടുള്ളത്, hence the seller Mr. Makrana Marbles is not liable as the buyer before laying down sale has to satisfy himself that tiles will serve the specific that can be used for parking space only. അപ്പോൾ എന്താണ് ഇവിടെ മാർക്രാന മാർബിൾസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ലയബിൾ അല്ല. കാരണം അവർ ഓൾറെഡി സ്പെസിഫൈ ചെയ്ത് ഇവിടെ പാർക്കിംഗ് ലോട്ട്, കാർ പാർക്കിംഗ് ലോട്ടാണെങ്കിൽ കാറുമാണ് പാർക്ക് ചെയ്യുന്നത്, അല്ലാതെ കൊണ്ടുപോയിട്ട് ട്രക്ക് പാർക്ക് ചെയ്യരുത്. therefore the replacement of damaged tile cannot be imposed on Mr. Makrana Marbles. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മിസ്റ്റർ കേക്ക് മിസ്റ്റർ ജെന്റെ മക്രാന മാർബിൾസിനെതിരെ ഈ ടൈൽസ് ഡാമേജ് ആയതിൻ്റെ ഇത് പഴി ചുമക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയ വലിയ ക്വസ്റ്റൻ ആണ്, 6 മാർക്കാണ്, കുറച്ച് ലെങ്തി ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സീരിയസ്നെസ്സിലാണ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. സോ ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് ദ ടുഡേസ് സെഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം,
ഒരു മടിയും വേണ്ട കേട്ടോ, എന്ത് ചെയ്യാം, നമുക്ക് ക്ലിയർലി കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ സെഷൻ. സോ ദിസ് ഇസ് ജാസിർ വൈൻഡിങ് ഔട്ട്. ബൈ ബൈ.